ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथं विदं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदा कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमो। हरे कृष्ण हरि ओम तत्सत्। അപ്പോൾ നമ്മുടെ 33 അല്ലേ? മുകുന്ദമാല സ്തോത്രം 33ാമത്തെ ശ്ലോകം. ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? സിഗ്നിഫിക്കൻസ് ആണ്. ഈ ശ്ലോകത്തിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്നറിയോ? കൃഷ്ണ ത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദ്വൈവമേ വിശതു മാനസ പ്രാണപ്രയാണ സമയേ കപവാദ പിത്തേ കണ്ഠാവരോധന വിദോ മരണം കുതസ്തേ. കൃഷ്ണ ത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദ്വൈവമേ വിശതു മാനസ രാജഹംസ പ്രാണപ്രയാണ സമയേ കപവാദ പിത്തേ കണ്ഠാവരോധന വിദോ സ്മരണം കുതസ്തേ. ഓക്കെ, സ്മിത മാതാജി, നിഷ മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ ത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദ്യൈവ മേ വിശതു മാനസ രാജഹംസഃ പ്രാണപ്രയാണ സമയേ ഖഭവാദ പിത്തൈഃ കണ്ഠാവരോധന വിദൗ സ്മരണം കുരുതേ. നിഷ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണത്വദീയ പദപങ്കജ പഞ്ചരാന്തം അദ്വൈവ മേ വിശതു മാനസ രാജഹംസ പ്രാണപ്രയാണ സമയേ കപപാദപിത്തൈ കണ്ഠാവരോധ വിദൗ സ്മരണം കുതസ്തേ. ഹരേ കൃഷ്ണ. വളരെ ഫേമസ് ശ്ലോകമാണ്. എന്താണ് ഇമ്പോർട്ടൻസ്? നമ്മുടെ മരണസമയത്ത് ഭഗവാനെ സ്മരിക്കാൻ. നല്ലൊരു ബ്യൂട്ടിഫുൾ ശ്ലോകമാണ്. പ്രഭുപാദയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകമാണ്. എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു ശ്ലോകമാണ് പ്രഭുപാദ. പ്രഭുപാദയ്ക്ക് മുകുന്ദമാലയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകമാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പല പർപ്പോട്ടിലും പ്രഭുപാദയുടെ ലെക്ചേഴ്സിലും പ്രഭുപാദ ഇത് കോട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് വളരെ ഇമ്പോർട്ടൻസ്. അപ്പോൾ 33 നമ്പർ സ്തോത്ര. കൃഷ്ണ ത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദ്വൈവ മേ വിസതു മാനസ രാജഹംസ പ്രാണപ്രയാണ സമയേ കപവാത പിത്തേ കണ്ഠാവരോധന വിധൗ സ്മരണം കുതസ്തേ. O Lord Krishna, at this moment, let the royal swan of my mind enter the tangled stems of the lotus of your feet. How will it be possible for me to remember you at the time of death, when my throat will be choked up with the mucus, bile, and air? പ്രാണ പ്രയാണ സമയേ കപവാത പിത്തേ കണ്ഠാവരോധന വിധോ സ്മരണം കുതസ്തി. നമ്മുടെ പ്രാണൻ വെടിയുന്ന സമയത്ത്, പ്രാണൻ പോയ എസ്പെഷ്യലി നമ്മുടെ വൃദ്ധാവസ്ഥയിൽ, ഓക്കെ, നമ്മൾ മരിക്കുന്നത് വൃദ്ധാവസ്ഥയിലായിരിക്കാം. അപ്പോൾ എന്താണ്, നമ്മളുടെ ശരീരം ആൾറെഡി ഇൻവാലിഡ് ആയിരിക്കും. നമുക്ക് കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, ഓർമ്മശക്തി ഉണ്ടാവില്ല, സംസാരിക്കാൻ ശരിക്കും പറ്റില്ല.
ത്രോട്ട് ചോക്കപ്പ് ആവും. എന്താണ് ഇതിന്റെ കാരണം? കഫ വാത പിത്തം അല്ലെ? കഫം വാതം പിത്തം ഇത് മൂന്നും അതിന്റെ ശരിക്കുള്ള ഇതിലായിരിക്കില്ല. കൂടുതലോ കുറവൊക്കെ ആവുമ്പോൾ അപ്പോൾ ശരീരം ആകെ ക്ഷീണിച്ച് നമുക്ക് ഭഗവാനെ സ്മരിക്കാനുള്ള കഴിവ് അപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് കുലശേഖർ ആൾവാർ പറയുന്നത് ഈ സമയം തന്നെ എൻ്റെ എന്താ പറയുക അരയന്നമാകുന്ന മനസ്സ് അങ്ങയുടെ ലോട്ടസ് ഫീറ്റില് ശരണം പ്രാപിച്ച് എനിക്ക് ഇപ്പൊ തന്നെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. കാരണം വെച്ചാൽ എൻ്റെ ആരോഗ്യം ഇപ്പൊ നല്ലതാണ്, എനിക്ക് സ്മരിക്കാൻ പറ്റും, ഓർമ്മശക്തിയുണ്ട്, എൻ്റെ ഫിസിക്കൽ ബോഡി എല്ലാം ഫിറ്റാണ്, കണ്ണ് കാണാം, ചെവി കേൾക്കാം, സംസാരിക്കാം, ബുദ്ധിയുണ്ട്, ഓർമ്മയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവസാനത്തെ കാലത്ത് വയസ്സാം കാലത്ത് ഇതൊന്നും ശരിക്ക് വർക്കില്ല. കാരണം വെച്ചാൽ ബിക്കോസ് ബോഡി ബിക്കംസ് ഇൻവാലിഡ്. പിന്നെ ഇതിൻ്റെ ആ ഒരു കഫവാതപിത്തം അതിൻ്റെ വേരിയേഷൻ കാരണം നമുക്ക് എല്ലാ ശക്തിയും പോകും, ഓർമ്മിക്കാൻ പറ്റില്ല. നമ്മൾ എന്തിനാണ് അന്ധകാലേച്ച മാം ഏവ സ്മരൺ മുക്ത കലൈവരം യത് പ്രയാത്തസി മദ്ഭാവം യാതി നാസ്യത്ര സംശയം. അപ്പോൾ നമുക്ക് ഭഗവാന്റെ ധാമന് പോകണമെന്നുണ്ടെങ്കിൽ, ഭഗവാനെ പ്രാപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണസമയത്ത് നമ്മൾ ജീവൻ വെടിയുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കണം. അപ്പോൾ വൃദ്ധാവസ്ഥയിൽ അത് സാധിക്കില്ല ഈ പ്രശ്നങ്ങൾ കാരണം. അതുകൊണ്ട് എന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോകാൻ, ഐ ആം ഫിറ്റ്, ഐ ആം ഹേൽ ആൻഡ് ഹാർട്ടി, ഫൈൻ, സോ പ്ലീസ് ലെറ്റ് മീ കം റൈറ്റ് നൗ. അതാണ് കുലശേഖർ ആൾവാരുടെ പ്രാർത്ഥന ഭഗവാനോട്. അതന്നെ ചില പ്രഭാതി കാണിച്ചാൽ ഇപ്പൊ നമുക്ക് ഓർമ്മശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്, നമ്മളുടെ ബോഡി ഫിറ്റാണ്, ഇപ്പൊ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. വയസ്സാം കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൺട്രോളിലല്ല. ഓക്കെ, ചിലപ്പോൾ കിഡ്നി ഫെയിലിയർ ആവും, ലിവർ ഫെയിലിയർ ആവും, ഹാർട്ട് ഫെയിലിയർ ആവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്നും ആലോചിക്കാനുള്ള ശക്തിയോ മെമ്മറി പവറോ ഒന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡിമെൻഷ്യ അല്ലേ, ഓക്കെ, ഓർമ്മ, പല ആൾക്കാർക്കും ഓർമ്മയില്ല, താൻ ആരാണെന്ന് അറിയില്ല, അങ്ങനത്തെ അസുഖം വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് അനുഭവങ്ങളുണ്ട്, ആൾക്കാരെ അറിയാം. വയസ്സുകാലത്ത് കാര്യങ്ങളെല്ലാം മറക്കും, സ്വന്തം ഞാൻ ആരാണ് എന്ന് അറിയുന്നില്ല, എന്നിട്ടില്ല ബാക്കിയുള്ളവരെ അറിയുള്ളൂ. അതേപോലെ ഇവിടെ ബോംബെ ഇസ്കോണിൻ്റെ ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു. എന്തോ ഒരു ചെറിയൊരു ആക്സിഡന്റ്, പാചകം ചെയ്യാൻ, അതായത് പ്രസാദം സേവയായിരുന്നു. പ്രസാദം സേവയില് അദ്ദേഹം ഈ പൊട്ടറ്റോന്റെ ഇതല്ലേ ചാക്ക്, അത് എടുക്കായിരുന്നു. അത് പെട്ടെന്ന് അറിയാണ്ട് കയ്യിൽ നിന്ന് വഴുതിയിട്ട് തലയിൽ വീണു. തലയിൽ വീണപ്പോൾ അടി പറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി പോയി. പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ. അത് മാത്രം ഓർമ്മയുണ്ട്, അത് ജപിച്ചുകൊണ്ടേയിരിക്കും. ബാക്കി ആരാണ് ഞാൻ, എന്തിനാണ് ഇവിടെ, ബാക്കിയുള്ളവരാരാണെന്നും അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന് ഓർമ്മ എന്താണ്, ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം ഓർമ്മയുണ്ട്. അപ്പൊ ഭഗവാന്റെ കൃപ നോക്കി നോക്കും, അത് ജപിക്കാൻ മറന്നിട്ടില്ല. പക്ഷെ സ്വയം മറന്നു, മറ്റുള്ളവരെ മറന്നു. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല എപ്പോഴാണ് ഈ ഓർമ്മശക്തി പോവാന്നുള്ളത്. അതുകൊണ്ട് ഓർമ്മയുള്ള സമയത്ത് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ കുലശേഖർ ആൾവാർ. So Lord Krishna, at this moment, let the royal swan of our mind enter the tangled stems of the lotus feet of your feet. How will it be possible for me to remember you at the time of death? മരിക്കുന്ന സമയത്ത്, നമ്മൾ ദേഹം മടിയുന്ന സമയത്ത് അങ്ങേ എങ്ങനെ ഓർക്കാൻ പറ്റും? When my throat will be choked up, നമ്മുടെ കണ്ഠം ഇടറും, അത് ചോക്കപ്പ് ആവും. കാരണം എന്താ? മ്യൂക്കസ്, ബൈൽ ആൻഡ് എയർ. ഈ മ്യൂക്കസ്, ബൈൽ ആൻഡ് എയർ ആവശ്യമാണ് നമ്മുടെ. പക്ഷെ അതിൻ്റെ വേരിയേഷൻ കൂടുതലും കുറയാനും ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമുക്ക് ഒരുപാട് വ്യാധികൾ വരുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് കുലശേഖർ ആൾവാർ, ഇപ്പം തന്നെ എന്നെ വിളിച്ചോളാൻ. അപ്പോൾ എനിക്ക് ഷുവറാണ്, ഐ വിൽ ബി ഏബിൾ ടു റിമെമ്പർ യു. അതുകൊണ്ട് പ്രഭുപാദയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശ്ലോകമാണിത് പറയുക. For all the verses of the Mukundmala Stotra, this one was the most beloved of Srila Prabhupada. ഇത് ആരാണ്? പ്രഭുപാദരെ ഡിസൈപ്പിൾസ് ആണ് എഴുതുന്നത്. കാണിച്ചാൽ അദ്ദേഹം ഒരുപാട് തവണ ഇതിനെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടുണ്ട്, ഇതിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. He frequently quoted it and sang it as a bhajana. On one of the first record albums His Divine Grace produced
he sang this sloka as a complete song. Devotees who served Srila Prabhupada often heard him sing it as he went about his daily activities or sometimes alone in his room. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെയിലി സാധനയിൽ ഈ ശ്ലോക ഉണ്ടായിരുന്നു, റിസൈറ്റ് ഉണ്ടായിരുന്നു. ചില സമയത്ത് ഒറ്റയ്ക്ക് റൂമിലുള്ളപ്പോഴും ഈ ശ്ലോകം എപ്പോഴും ചൊല്ലുമായിരുന്നു. ഇത് കാണിച്ച നമുക്ക് ഇത് റിലവൻ്റ് ആണ് നമുക്കൊക്കെ. കാരണം നമുക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, നമുക്കറിയാം കാര്യങ്ങളല്ലേ. പക്ഷേ വയസ്സാം കാലത്ത് നമ്മളുടെ ബോഡി ഇൻവാലിഡ് ആവുന്ന സമയത്ത് നമ്മളുടെ ഒരു ഓർഗൻസും ശരിക്ക് വർക്ക് ചെയ്യില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഓർമ്മ ഉണ്ടായിരിക്കും? അതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓർമ്മ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. ദ ഹോൾ ലൈഫ് നമ്മൾ ഭഗവാന്റെ ഭക്തി ചെയ്താൽ നമ്മൾ മറന്നാലും കൂടി ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കും. അതാണ് ഒരു ഇതല്ലേ. നമ്മൾ മറക്കുക, നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഓർമ്മ ശക്തി നയിച്ചാലും ഭഗവാൻ നമ്മളെ ആ സമയത്ത് ഓർമ്മ തരും. ഭഗവാന്റെ നാമം കേൾക്കും, ഭഗവത് ധാമിലേക്ക് പോകാൻ പറ്റും. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഹോൾ ലൈഫ് വി ഷുഡ് പ്രാക്ടീസ് കൃഷ്ണ കോൺഷ്യസ്നെസ്. So he also quoted it many times in his purports. Here he explains it in the purport to the second verse of the 8th chapter of his Bhagavad Gita as it is, in reference to the word prayana kale, which carries the same meaning as prana prayana samaye in Kulashekara's verse. അപ്പോൾ ഭഗവത് ഗീതയിലെ 8th ചാപ്റ്ററിൽ ഉള്ള ആ വേഴ്സ് എന്താണ്? ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? പ്രയാണകാല അതായത് പ്രയാണകാല എന്നുള്ളത് 8th ചാപ്റ്ററിലാണ്. ഏതാണ് വേഴ്സ്? ഓർമ്മയുണ്ടോ? നിസ്സചാചലേന. യെസ്, അല്ല അതല്ല. എട്ടില് 10. പ്രയാണകാലേ മനസാചരേന ഭക്തിയാ യുക്തോ യോഗബലേന ചൈവ. അതാണ്. അപ്പോൾ ഇത് പ്രഭാതരല്ലാതാണ്, ഇതല്ല. നോക്കി നമുക്ക് 8ല് 10 എടുക്കാം. പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. ഓക്കെ, എന്താണ് ട്രാൻസ്ലേഷൻ? എന്താണ്? മരണസമയത്ത് യോഗനിഷ്ഠ പൂണ്ട് സ്ഥിരമനസ്കനായി പരിപൂർണ ഭക്തിയോടെ ഭൂമധ്യത്തിൽ പ്രാണവായുവിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണ ചെയ്യുന്നവൻ തീർച്ചയായും പരമപുരുഷനെ പ്രാപിക്കും. One who at the time of death fixes his life hair between the eyebrows and in full devotion engages himself in remembering the Supreme Lord will certainly attain to the Supreme Personality of Godhead. അപ്പോൾ ഏത് വ്യക്തിയാണോ മരണസമയത്ത് ഭഗവാനെ സ്മരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഭഗവത് പ്രാപ്തി കിട്ടും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ കുലശേഖര ആൾവാനും പ്രാണപ്രയാണ സമയം ഭഗവാനെ സ്മരിക്കണം. അപ്പോൾ അത് എനിക്കിപ്പോൾ കഴിയും, അതുകൊണ്ട് ഇപ്പം തന്നെ എന്നെ അങ്ങോട്ട് വിളിക്കാം. ആ സമയത്ത് എൻ്റെ സ്ഥിതി എങ്ങനെയായിരിക്കും അറിയില്ല. കഫവാത പിത്തം ഇതൊന്നും നമ്മളുടെ റെഗുലേറ്റഡ് ആവില്ല, അതുകൊണ്ട് ഒരുപാട് വ്യാധികളുണ്ടാവും. അപ്പോൾ ഭഗവാന്റെ സ്മരണ നടക്കില്ല. എനിക്ക് ഭഗവത് പ്രാപ്തി വേണേനും. അപ്പോൾ എന്താണ്, ദിസ് ദ റൈറ്റ് ടൈം, പ്ലീസ് കോൾ മീ റൈറ്റ് നൗ. നമ്മളെങ്കിൽ ഒരു മണിക്കൂർ അങ്ങോട്ട് ഡിലേ ചെയ്യാനാണ്. ഇപ്പൊ വിളിക്കാൻ വന്നാൽ നമ്മൾ റെഡിയാണോ? നമ്മൾ റെഡിയല്ല. ആരെങ്കിലും പറയാണ് പരീക്ഷിത് മഹാരാജിന് 7 days നോട്ടീസ് കിട്ടി. പരീക്ഷിത് മഹാരാജ് വല്ല പ്രശ്നം പറഞ്ഞു ഇല്ല. ഹി വാസ് വെൽക്കമിങ് ഡെത്ത് അല്ലേ? നമ്മളാണെങ്കിൽ ആദ്യം കൊണ്ട് തന്നെ അന്ന് തന്നെ പോവും. 7 ദിവസമൊന്നും കാത്തുക്കില്ല. നമ്മൾ മരിക്കാൻ പോകണമെന്നുള്ള ആദ്യം കൊണ്ട് ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് പോവും. 7 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യില്ല. ഭഗവാന്റെ ഭക്തന്മാരെ ദേ ആർ പ്രിപ്പയർഡ്. അവർക്കറിയാം എന്താണ് മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ മനുഷ്യജന്മം എപ്പോഴും കിട്ടുന്നല്ല, അത് വിരളമാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന മനുഷ്യജന്മം നമ്മൾ പാഴാക്കിയാൽ പിന്നെ വീണ്ടും നമുക്ക് ഈ ചക്രത്തിലൂടെ അല്ലെ, സംസാര സാഗരത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അതാണ് എൻ്റെ പ്രശ്നം. സോ പ്രാണപ്രയാണ സമയേ ഇൻ കുലശേഖര. So now the word
Prayana Kale in Bhagavad Gita verse is very significant because whatever we do in life will be tested at the time of death. That is the final test. Final exam. എപ്പോഴാണ് മരിക്കുന്ന സമയത്ത്, നമ്മുടെ ദേഹം വെടിയുന്ന സമയത്ത്, നമ്മുടെ ജീവൻ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്താണ് ആ ടെസ്റ്റ്. നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും നമ്മുടെ ആ സമയത്ത് നമ്മുടെ കോൺഷ്യസ്നെസ്. അതിൻ്റെ ഒരു സമം പോണം, അതായിരിക്കും നമ്മുടെ കോൺഷ്യസ്നെസ് അറ്റ് ദ ടൈം ഓഫ് ക്യൂട്ടിങ് ദ ബോഡി. സോ അർജുന ഈസ് വെരി ആങ്ഷ്യസ് ടു നോ ഓഫ് ദോസ് ഹു ആർ കോൺസ്റ്റന്റ്ലി എൻഗേജ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ്. What should be their position at the time of death, at that final moment. അപ്പോൾ അർജുനൻ ഭഗവാന്റെ അറിയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഏതൊരു ഭക്തനാണോ സദാസമയം കൃഷ്ണ കോൺഷ്യസിൽ ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? who are constantly engaged in Krishna consciousness. What should be their position at that final moment? ആ സമയത്ത്, അതായത് ഫൈനൽ മൊമെന്റിൽ എന്തായിരിക്കും അവരുടെ പൊസിഷൻ? ജീവിതകാലം മുഴുവനെ കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഓൾ ദ ബോഡി ഫങ്ഷൻസ് ആർ ഡിസ്റപ്റ്റഡ് ആണ് കുലശേഖര ആൽബം പറയുന്നത്. മരിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡി ലിംസ് ശരിക്കും ഫങ്ഷൻ ചെയ്യില്ല. ഇറ്റ് വിൽ ബി ഡിസ്റപ്റ്റഡ് ആൻഡ് ദ മൈൻഡ് ഈസ് നോട്ട് ഇൻ പ്രോപ്പർ കണ്ടീഷൻ. അല്ലേ, നമ്മൾ ചില സമയത്ത് അറിയാം, എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇത് കുറഞ്ഞാൽ, ഇപ്പോൾ സോഡിയം കുറഞ്ഞാൽ എന്താണ്, നമുക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ, പിച്ചും പേയും പറയില്ലേ. അവിടെ നമ്മുടെ മനസ്സ് സ്റ്റേബിൾ അല്ല. മനസ്സ് സ്റ്റേബിൾ അല്ലെങ്കിൽ എന്താണ്, അങ്ങനെ ഇപ്പോൾ ആരും പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വി ആർ നോട്ട് ഇൻ അവർ പ്രോപ്പർ കോൺഷ്യസ്നെസ്, പ്രോപ്പർ മെന്റൽ സിറ്റുവേഷൻ. All the bodily functions are disrupted and the mind is not in proper condition. Thus, disturbed by the bodily situation, one may not be able to remember the Supreme Lord. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ, ഈവൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഭഗവാനെ സ്മരിക്കണം, അല്ലേ, നമുക്ക് ഓർക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ ശരീരം അത് സമ്മതിക്കില്ല, നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. നമ്മുടെ ഫിസിക്കൽ ബോഡിയെ മാത്രമല്ല, നമ്മുടെ സട്ടിൽ ബോഡി അതിന് നമ്മളെ കോപ്പറേറ്റ് ചെയ്യില്ല. കാരണം നത്തിങ് ഈസ് ഇൻ പ്രോപ്പർ കണ്ടീഷൻ. So Maharaja Kulashekara, a great devotee, prays, "My dear Lord, just now I am quite healthy, and it's better that I die immediately, so that the swan of our mind can seek entrance at the stem of your lotus feet." ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഇപ്പം ഞാൻ ഹേൽ ആൻഡ് ഹാർട്ടി, ക്വൈറ്റ് ഹെൽത്തി. അതുകൊണ്ട് ഇപ്പം തന്നെ എന്നെ തിരിച്ചു പിടിച്ചാൽ എനിക്ക് അതായത് അരണ്യമാകുന്ന എൻ്റെ മനസ്സ് അങ്ങയുടെ ലോട്ടസ് ഫീറ്റിൽ ആശ്രയമെടുക്കാം, പാതാളബിന്ദത്തിൽ ആശ്രയമെടുക്കാം, എനിക്ക് ഭഗവത് പ്രാപ്തി ഇപ്പോൾ തന്നെ ലഭിക്കും എന്നാണ് പറയുന്നത്. സോ ദ മെറ്റഫോർ ഈസ് യൂസ്ഡ് ബിക്കോസ് ദ സ്വാൻ, എ ബേർഡ് ഓഫ് ദ വാട്ടർ, ടേക്സ് പ്ലഷർ ഇൻ ഡിഗിങ് ഇൻ ടു ദ ലോട്ടസ് ഫ്ലവേഴ്സ്. സ്വാൻ എപ്പോഴും എവിടെ കളിക്കുക? ലോട്ടസ് ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മിലാണ്. അതിനിഷ്ടം എപ്പോഴും അവിടെയാണ്. Its sporting proclivity is to enter the lotus flower. അതിന് കളി, അതിൻ്റെ വിഹാരം എപ്പോഴും ലോട്ടസ് ഫ്ലവറിൻ്റെ ഇടയിലായിരിക്കും, അതിൻ്റെ ഇടയിൽ കടന്ന് കളിക്കും. മഹാരാജ കുലശേഖര says to the Lord, "Now my mind is undisturbed and I am quite healthy." അപ്പം എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഹെൽത്ത് വൈസ് ഐ എം ഓക്കെ, 100% ഓക്കെ, യാതൊരു അസുഖവുമില്ല, ആദ്യം വ്യാധിയൊന്നുമില്ല. If I die immediately thinking of your lotus feet, then I am sure that my performance of your devotion service will become perfect. അതുകൊണ്ട് ഇപ്പം തന്നെ എനിക്ക് അങ്ങയുടെ ആ പാതാരബന്ധത്തിൽ ശരണം പ്രാപിക്കാൻ പറ്റിയാൽ, കാരണം അപ്പോൾ എൻ്റെ ഈ ഭക്തിയുത സേവനം പെർഫെക്ഷനിലേക്ക് എത്തും. ബട്ട് ഇഫ് ഐ ഹാവ് ടു വെയിറ്റ് ഫോർ മൈ നാച്ചുറൽ ഡെത്ത്, then I do not know what will happen, because at that time the bodily functions will be disturbed. My throat will be choked up. And I do not know whether I shall be able to chant your name. Better let me die immediately. അതുകൊണ്ട് വീണ്ടും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ എനിക്കറിയാം എൻ്റെ സ്മരണശക്തി, ഓക്കെ, എൻ്റെ ഹെൽത്ത്, ഇതെല്ലാം ഓക്കെയാണ്. ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റും, ഭഗവാനെ സ്മരിക്കാൻ പറ്റും. അതുകൊണ്ട് അത് ഇപ്പം തന്നെ നടന്നോട്ടെ.
മരണസമയത്ത് എന്തായിരിക്കും സ്ഥിതി എനിക്ക് അറിയാൻ പറ്റില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. എസ്പെഷ്യലി എന്താണ് പറയുന്നത്, ആ സമയത്ത് ഭഗവാന്റെ നാമം ജപിക്കാനോ ഭഗവാനെ സ്മരിക്കാനോ ഉള്ള കണ്ടീഷൻ ആയിരിക്കും, ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കില്ല. എൻ്റെ മനസ്സും അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല എന്ന് പറയും. Later in the 8th chapter, Lord Krishna says that the exact moment of death is crucial. Whatever state of being one remembers when he quits his body, that state he will attain without fail. കാരണം കുലശേഖരൻ ആൾവാറിന് നന്നായിട്ട് അറിയാം. ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, യം യം വാപി സ്മരൻ ഭാവം ത്യജതന്തേ കലൈവരം തം തം ഏവൈതി കൗന്ദേയ തഥാ സദ്ഭാവ ഭാവിത. എന്താണോ നമ്മുടെ കോൺഷ്യസ്നെസ് ദേഹം മടിയുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത്, അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വൃദ്ധാവസ്ഥയിൽ നമ്മുടെ കോൺഷ്യസ്നെസ് നമുക്ക് ഭഗവാന്റെ നാമം സ്മരിക്കാൻ പറ്റുമോ, ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റുമോ എന്നറിയില്ല. സോ വാട്ട് ഇസ് ദ ഗ്യാരണ്ടി ദാറ്റ് വിൽ ഗെറ്റ് ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ദ സുപ്രീം ലോർഡ്? അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ എൻ്റെ ഹെൽത്തും മൈൻഡും എല്ലാം പെർഫെക്റ്റ് ആണ്. ഐ ക്യാൻ റിമെമ്പർ യു, ഐ ക്യാൻ ചാൻറ്റ് യുവർ നെയിം, സോ പ്ലീസ് കോൾ മീ റൈറ്റ് നൗ. അദ്ദേഹത്തിൻ്റെ അപ്പോൾ മരിക്കുന്ന സമയം വളരെ ക്രൂഷ്യലാണ്. അതാണ് ഫൈനൽ എക്സാം, ഫൈനൽ മോമെന്റ്. ആ എക്സാമിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദ ഹോൾ ലൈഫ് പ്രാക്ടീസിങ് കൃഷ്ണ കോൺഷ്യസ്നസ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതാണ്, 4 കൊല്ലത്തിലൊരിക്കലാണ് നമ്മുടെ ഒളിമ്പിക് ഗെയിംസ് ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഒളിമ്പിക് ഗെയിംസ് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ 4 കൊല്ലം വളരെ റിജിഡായിട്ട് സീവിയറായിട്ട് ഒരു അത്ലറ്റ് പ്രാക്ടീസ് ചെയ്യും. എന്തിനാ? ആ 1 മിനിറ്റിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ആ ഒരു ആക്ടിവിറ്റി 1 മിനിറ്റ് ആയിരിക്കും, 2 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ്. ആ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ് ഹോൾ 4 years ദ കീപ് പ്രാക്ടീസിങ് ഡേ ഇൻ ഡേ ഔട്ട്, അല്ലേ? അതേപോലെ നമ്മളുടെ ഹോൾ ലൈഫ് നമ്മൾ കൃഷ്ണാവബോധത്തിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, ആ ബോധത്തിൽ നിന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ദേഹം വിടുന്ന സമയത്ത് ഭഗവാന്റെ ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും പറ്റുള്ളൂ. അതാണ് ഇവിടെ 8.6 പറയുന്ന യം യം വാപി സ്മരൺ ഭാവം. എന്താണോ നമ്മൾ സ്മരിക്കുന്നത് ആ ഭാവത്തിലായിരിക്കും നമുക്ക് അടുത്ത ജന്മം കിട്ടുന്നത്. അതന്നെ ഭഗവാൻ രണ്ടും അത് കണ്ടിന്യൂസ് ആണ്. അന്തകാലേച്ച മാമേവ. അപ്പൊ എന്നെ സ്മരിക്കുന്നതിന് മാത്രമേ എന്നെ പ്രാപിക്കുള്ളൂ. യാന്തി ദേവ വൃതാദേവൻ പിതൃയാന്തി പിതൃവൃത, അല്ലേ? ആ ശ്ലോകം എന്താ പറയുന്നത്? ആരെയാണോ ഉപാസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആ ലോകത്തിലെത്തും. ദേവന്മാരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ദേവന്മാരുടെ ലോകത്തിലെത്തും. പിതൃക്കളെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ പിതൃക്കളുടെ അവിടെ പോകും. അതേപോലെ ഗോസ്റ്റ് ആൻഡ് സ്പിരിറ്റ്സ്, ഭൂതപ്രേത പിശാചുകളെ അവരുടെ ലോകത്തിൽ അവരുടെ കൂടെ ജീവിക്കും. എന്നെ ഭജിക്കുന്നവൻ, എന്നെ പ്രാർത്ഥിക്കുന്നവൻ എൻ്റെ ലോകത്തിലേക്ക് വരും, എൻ്റെ അടുത്തേക്ക് വരും. ഇത് ഒരു കളിന്തമാശയല്ല ഭഗവാൻ അർജുനോട് പറയുന്നത്. ദിസ് ഈസ് റിയലി വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ ഓൾ ഓഫ് എസ്. അപ്പൊ ഭഗവാനെ സ്മരിക്കാൻ ആ അന്തകാലേച്ച, അതായത് ആ സമയത്ത് സ്മരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സമയത്ത് കഴിവില്ലെങ്കിലും കൂടിയിട്ട് ഭഗവാൻ നമുക്ക് അതിനുള്ള അനുഗ്രഹം തരും. ഭഗവാന്റെ എങ്ങനെയെങ്കിലും നമ്മളുടെ ചെവിയിലോ അല്ലെങ്കിൽ നമ്മുടെ ആ മനസ്സിലോ അത് ആ സ്മരണ കൊണ്ടുവരും. അത് ഭഗവാൻ തീർച്ചയായിട്ടും ചെയ്യും. ആൻഡ് ഇൻ ഹിസ് പർപ്പോസ് ശ്രീല പ്രഭുപാദ റിപ്പീറ്റഡ്ലി റെക്കമെൻഡ്സ് chanting the Hare Krishna mantra as the best process for remembering Krishna at the time of death and successfully transferring oneself to the spiritual world. അപ്പോൾ അതിനുള്ള ഏറ്റവും ഉതകുന്ന, ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് പ്രഭുപാദ നമുക്ക് എല്ലാവർക്കും തന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും വന്നിട്ടില്ല. മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും, അതായത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും വളരെ കഠിനമായിട്ടുള്ള പ്രോസസ്സാണ് വന്നിരിക്കുന്നത്. ഓക്കെ, യോഗ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും വളരെ സരളമായിട്ടുള്ളതാണ്. ഭഗവാന്റെ നാമം ജപിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലേ? ഭഗവാന്റെ നാമം ജപിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. ആ ഭഗവാന്റെ നാമം ശ്രദ്ധയോട് കൂടിയിട്ട് അപരാധങ്ങളില്ലാണ്ട് ജപിക്കുക, അത് ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആസ് എ ബൈ പ്രൊഡക്റ്റ് ഭഗവാൻ നോക്കിക്കൊള്ളും. അപ്പൊ ആ നാമം ജപിക്കുമ്പോൾ നമ്മളുടെ കോൺഷ്യസ്നെസ് പ്യൂരിഫൈ ആവും.
നമ്മളൊരു ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ ഭക്തന്മാരെ ഗ്ലോറിഫൈ ചെയ്യുന്നു, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്തിനാണ്? അത് നമ്മുടെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സും കൂടിയാണ്. ഒരു വൈഷ്ണവനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ, ഭഗവാന്റെ ലീലകളെ, ഭഗവാന്റെ നാമം, രൂപം, ഇതിനൊക്കെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ നമ്മളുടെ പ്യൂരിഫിക്കേഷനാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മളുടെ നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ചിന്തകള്, നമ്മളുടെ വാക്കുകള്, നമ്മളുടെ കോൺഷ്യസ്നെസ്, ഇതെല്ലാം പ്യൂരിഫൈ ചെയ്യും. അപ്പൊ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും ചെയ്താൽ മതി, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. നമ്മൾ പ്രയത്നിക്കേണ്ട ഒരാവശ്യമില്ല. സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ ഒരു പ്രയത്നം ആവശ്യമില്ല. ഭഗവാന്റെ നാമം അപരാധമില്ലാതെ പ്രാർത്ഥിക്കുക, ജപിക്കുക. ബാക്കി ഭഗവാൻ നമ്മുടെ മനസ്സിനെ, അതിനെ ആ കണ്ടാമിനേഷനിൽ നിന്ന് വെരിഫൈ ചെയ്യുന്നതും, നമ്മളുടെ വാക്കുകളെ, സ്പീച്ച്, നമ്മളുടെ പ്രവൃത്തികളെ, ഇതെല്ലാം പ്യൂരിഫൈ ചെയ്യും. ഇത് ഭഗവാന്റെ ഗ്യാരണ്ടിയാണ്. പക്ഷെ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഹരേ കൃഷ്ണ മഹാമന്ത്രം വളരെ ഈസി ആയിട്ട് അതിന് വളരെ ഒരു അപരാധം ഇല്ലാതെ ഭഗവാന്റെ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യാം. So, and in his purport, Srila Prabhupada repeatedly recommends chanting the Hare Krishna Mahamantra as the best process for remembering Krishna at the time of death and successfully transferring oneself to the spiritual world. The practical difficulty brought up in Kulashekara's verse is that although it is crucial to remember Krishna at the time of death, that time also produces the greatest disruption of one's physical and mental function. Now, practical ഡിഫിക്കൽട്ടിയാണ് ഇവിടെ പറയുന്നത് കുലശേഖര ആൾവാർ. എന്താണ്? വയസ്സാം കാലത്ത് നമ്മളുടെ ഹെൽത്ത് നമ്മൾ ഒന്നിനും സമ്മതിക്കില്ല, ഒരു കാര്യം ശരിക്കും പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഓർമ്മശക്തി നശിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അങ്ങനത്തെ ഒരു കുറുക്ക് വഴി കണ്ടുപിടിച്ചത് കുലശേഖര ആൾവാർ. So Srila Prabhupada explained that death occurs when the body becomes so painful that the soul finds it unbearable to live in the body in long. അപ്പൊ എപ്പോഴാണ് നമ്മളുടെ ആത്മാവ് നമ്മുടെ ശരീരം വിട്ടു പോകുന്നത്? ഈ ശരീരം, ഈ അപ്പാർട്ട്മെന്റ്, ഈ ശരീരം എന്ന് പറഞ്ഞ ഒരു വീടാണ്. ആത്മാവിന് ഈ ശരീരം നമുക്ക് എങ്ങനെ ഒരു വീട്, അതേപോലെയാണ് ആത്മാവിന് ശരീരം. അപ്പൊ ഈ വീട്ടില് ഇപ്പൊ നമ്മുടെ ഈ വീട് താമസിക്കാൻ കൊള്ളുന്നില്ലെങ്കിൽ നമ്മൾ വേറെ വീട് നോക്കുന്നു അല്ലേ? ഒരു നല്ല വീട്. ഇത് ആളുകൾ പോയി പല പ്രശ്നമായി, മഴയത്തും വെയിലത്തും കാറ്റത്തും ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അപ്പൊ നമുക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു പുതിയ വീടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് മാറുന്നു. അതേപോലെ ഈ ആത്മാവിന് ഈ ശരീരത്തിൽ താമസിക്കാൻ പറ്റില്ല. ടോട്ടലി നമ്മുടെ ബോഡി ഇൻവാലിഡ് ആയി. സോ ഇറ്റ് ഹാസ് ടു ലീവ്. It will live and take another body. അതാണ് മരണം. So death is, the soul wants to take up a new body because this body becomes invalid. It is not inhabitable. So Srila Prabhupada explained that death occurs when the body becomes so painful, soul finds it unbearable to live in the body any longer. Therefore, the paradox. At the time when we should be most meditative, fixing our mind on Krishna and preparing to transfer ourselves to the spiritual world, we are also faced with the greatest possible distraction in the form of agonizing pain. അപ്പോൾ വേദന കൊണ്ട് നമ്മൾ സഹിക്കാത്ത ആ വേദന നമുക്ക് വരുമ്പോൾ നമുക്ക് ഒന്നും ഓർമ്മയുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ ഇവിടുന്ന് ഓർക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽക്കേ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഈവൺ ആ പെയിനിലും നമുക്ക് ഭഗവാനെ ഓർക്കാം. ഇപ്പോൾ റീസെന്റ് ഇന്ദ്രദ്യുമ്ന സ്വാമി മഹാരാജിന്റെ ഡയറി ഓഫ് ദ ട്രാവലിംഗ് മോൺ, ഓക്കെ, അദ്ദേഹത്തിന്റെ റീസെന്റ് കഴിഞ്ഞ ആഴ്ച പ്രൈം മിനിസ്റ്റർ മോദി അങ്ങനെ ഒരു അത് പ്രതീക്ഷിക്കാണ്ട് കാണാൻ അത് വായിക്കായിരുന്നു. അദ്ദേഹത്തിന് ഈ സ്പൈനൽ കോഡിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ, സർജറി, ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയും വേറെയും പല ട്രീറ്റ്മെന്റ് ഒന്നും ശരിയായില്ല. അവസാനം സർജറി വേണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വളരെ പെയിൻഫുൾ ആണ്.
അപ്പോഴാണ് ഡൽഹിയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രൈം മിനിസ്റ്റർ മോദി ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ വന്നു. പക്ഷെ അദ്ദേഹത്തിന് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ ഇല്ല കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ. സമം അതേപോലെ ഭഗവാന്റെ മേഴ്സി കാരണം ഒരു ഇൻവിറ്റേഷൻ കിട്ടി. എല്ലാവരും ഇടയിൽ മഹാരാജ് ആ സാഫ്രൺ ഇതൊക്കെ എടുത്തപ്പോൾ ഒരു ഒരാള് വന്ന് പരിചയപ്പെട്ടു, എന്താണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ നോക്കട്ടെ. അവസാനം മോദി വന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി, അങ്ങനെ കണ്ടു. ഇതൊക്കെ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഇത് പറയാണ്, ഭഗവാന്റെ കൃപാകടാക്ഷം ഇന്ദരന്തിന്ന സ്വാമി മഹാരാജിന്റെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഇത് ഉണ്ടായിരുന്നു, സാത്സംഗയിൽ ഉണ്ടായിരുന്നു. വായിച്ചു നോക്കും, നല്ല രസമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് പെയിൻ. അപ്പോ ഡോക്ടർ പറഞ്ഞത് ഈ സമയത്ത് ഇങ്ങനെ ഒരു അസുഖമുള്ള ആൾക്കാർക്ക് ഭയങ്കര സിവിയർ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആയിരിക്കുന്നതുകൊണ്ട്. പക്ഷെ മഹാരാജന് അങ്ങനെ പെയിൻ ഇല്ല, ഇന്റർമീഡിയറ്റ് പെയിനേ ഉള്ളൂ. എങ്ങനത്തെ ഈ അസുഖം എന്ന് പറഞ്ഞാൽ നീട്ടി നടക്കാൻ പറ്റില്ല, അത്രയും പെയിൻഫുൾ ആണ്. ബട്ട് ബൈ കൃഷ്ണാസ് മേഴ്സി ഈസ് നോട്ട് ഹാവിങ് ദാറ്റ് മച്ച് പെയിൻ, ഇന്റർമീഡിയറ്റ് പെയിനെ വരുന്നുള്ളൂ പറയും. അതും ഭഗവാന്റെ കൃപ അല്ലേ? എന്തുകൊണ്ടാണ് ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടായിരിക്കും. 22 മാർക്കറ്റ് പ്ലേസില് ഹരിദാസ് ഠാക്കൂറിനെ ആ മുസ്ലിം കിങ് ഓർഡർ ചെയ്ത് അടിക്കാൻ വേണ്ടി ചാട്ട പറഞ്ഞു. പക്ഷേ ഹി വാസ് ഹോൾഡിംഗ് ദ ഹാൻഡ്സ് ആൻഡ് പ്രേയിങ് ടു ലോർഡ് ചൈതന്യ മഹാപ്രഭു ഒരു കൃഷ്ണ. ഈ അടിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നില്ല അവരെന്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ പൊറുക്കണം, അവരുടെ ഈ അവർ ചെയ്യുന്ന ഈ ക്രൂരകൃത്യത്തിന് മാപ്പ് കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത്. അതായിരുന്നു അദ്ദേഹം കോൺസ്റ്റന്റ് ആയിട്ട് പ്രാർത്ഥിച്ചിരുന്നത്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കും, നമ്മളെ അടിക്കുന്ന ഒരാളെ അവർക്ക് മാപ്പ് കൊടുക്കണം. നമ്മൾ അത് എങ്ങനെയെങ്കിലും ഫിനിഷ് ആക്കണം. 22 മാർക്കറ്റ് പ്ലേസിലാണ് അടിച്ചത്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു കാണിച്ചു കൊടുക്കേണ്ട ആടിയെല്ലാം ഞാൻ ഏറ്റെടുത്തതെന്ന്. ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരം കാണിച്ചു കൊടുക്കണം. മുഴുവൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരത്തിനാണ് മഹാപ്രഭു. എന്തായാലും ആ ഒരു ശുദ്ധഭക്തന്റെ ഇതാണ് പറയുന്നത്. ശുദ്ധഭക്തനെ എപ്പോഴും ഭഗവാൻ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയാണോ ഭഗവാൻ ആശ്രയിക്കുന്നത്, എപ്പോഴും ഭഗവാൻ അവർക്ക് സംരക്ഷണം കൊടുക്കും, പ്രൊട്ടക്ട് ചെയ്യും. So thus here King Kulashekara prays to die now in good health, so he will be able to absorb his mind in thoughts of Krishna's lotus feet. അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. വയസ്സാകാലം വരെ കാത്തു നിൽക്കണ്ട. നമ്മളങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കും? എത്രത്തോളം നീട്ട് കിട്ടിയാൽ അത്രത്തോളം നല്ലതാണ്. പറയും ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കും, എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു. ശരിക്കും മരണം വരുന്നു എന്ന് അറിഞ്ഞാൽ അപ്പൊ അവർക്ക് ജീവിക്കണം അല്ലേ? അതല്ലേ നമ്മുടെ ജനറൽ കണ്ടീഷൻ. അങ്ങനെയല്ലേ നമ്മുടെ എല്ലാവരുടെയും? എല്ലാവരും പറയും വലിയ കാര്യത്തിൽ എനിക്കൊന്ന് മരിച്ചാൽ മതിയായിരുന്നു, മതി, മടുത്തു. പക്ഷെ ശരിക്കും മരണം വരുന്നു എന്ന് പറഞ്ഞാൽ we don't want to die, we don't want to leave the body. So the acharyas have assured us that the essence of Krishna consciousness is our lifelong devotional activities and sentiments. Krishna will not disqualify or discount our accumulated devotional activities due to the last moment epileptic fit or sudden heart failure. Nevertheless, we should always practice chanting Hare Krishna so that we'll be able to pass the test at the end. Now, Krishna will not disqualify or discount our accumulated. ഭഗവാൻ നമ്മളെ അവസാന സമയത്ത് നമുക്ക് ഈ അസുഖം കാരണം, അതായത് എപ്പിലെപ്റ്റിക് ഫിറ്റൊക്കെ വരുന്നില്ലേ, അപ്പൊ അതിൽ നമ്മുടെ ബോധമൊക്കെ പോകും. പിന്നെ ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, കാർഡിയക് അറസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്കൊന്നും അറിയില്ല. അപ്പൊ അതൊന്നും ഭഗവാൻ കണക്കാക്കില്ല. നമ്മുടെ കൃഷ്ണാവബോധത്തിലാണ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കൃഷ്ണ കോൺഷ്യസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം അക്യുമുലേറ്റഡ് ഡിവോഷണൽ ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാൻ നമ്മൾ മറന്നാലും ഭഗവാൻ നമ്മളെ ഓർക്കും. Nevertheless, we should always practice chanting Hare Krishna. എന്നാലും കൂടിയിട്ട് എപ്പോഴും നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കാൻ
മറക്കരുത്. സോ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു പാസ് ദ ടെസ്റ്റ് അറ്റ് ദ എൻഡ്. അതുകൊണ്ട് നമ്മൾ അവസാനത്തെ മോമെന്റിന്റെ ഫൈനൽ ടെസ്റ്റ് നമ്മൾ പാസ്സാവും. In the Isopanishad 17, a devotee requests the Lord, at the moment of my death, please remember all that I have done for you. അതായത് ജീവാത്മാവ് ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യണം, അപേക്ഷിക്കുകയാണ്. ഈശോപനിഷത്തിലാണ് 17-ാമത്തെ ഇതില്. അതായത് ഞാൻ ചെയ്ത ആ നല്ല സത്കർമ്മങ്ങളെല്ലാം, സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എല്ലാം ഓർക്കാൻ വേണ്ടി പറയും. പ്ലീസ് റിമെമ്പർ ആൾ ദാറ്റ് ഐ ഹാവ് ഡൺ ഫോർ യു. നമ്മുടെ സ്പിരിച്വൽ ആക്ടിവിറ്റി, നമ്മുടെ ചാൻഡിങ്, നമ്മുടെ ഡിവോഷണൽ സർവീസ് ഇതെല്ലാം ഓർത്തിട്ട് എനിക്ക് അതിന് വേണ്ടുന്ന സ്പിരിച്വൽ ക്രെഡിറ്റ് തരുന്ന, സ്പിരിച്വൽ അസിസ്റ്റൻസ് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പ്ലീസ് റിമെമ്പർ ഓൾ ദാറ്റ് ഐ ഹാവ് ഡൺ ഫോർ യു. ഇൻ ഹിസ് പർപ്പോർട്ട്, Srila Prabhupada informs us that Krishna does not have to be reminded. ഭഗവാനെ റിമൈൻഡ് ചെയ്യാൻ ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ നമുക്ക് റിമൈൻഡ് ചെയ്യണം. സാധാരണ വ്യക്തിയാണെങ്കിൽ നമുക്ക് റിമൈൻഡ്, കാരണം ചില കൺവീനിയന്റ്ലി മറക്കും. അങ്ങനെയാണ് എല്ലാവരും, ഈ സമൂഹം അങ്ങനെയാണ്. നല്ലത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ കൺവീനിയന്റ്ലി അവർ മറക്കും. നമ്മൾ റിമൈൻഡ് ചെയ്യണം. പക്ഷെ പ്രപ്പോർട്ടിൽ കൃഷ്ണപ്രഭാതം എന്താ പറയുന്നത്? അതായത് ഡിവോട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്യുമുലേറ്റഡ് ക്രെഡിറ്റ് വിൽ ബി ദർ ആൻഡ് കൃഷ്ണ വിൽ റിമെമ്പർ. നമ്മൾ മറന്നേക്കാം, പക്ഷെ കൃഷ്ണ വിൽ നെവർ ഫോർഗെറ്റ്. കൃഷ്ണ ഡസ് നോട്ട് ഹാവ് ടു ബി റിമൈൻഡഡ്. He is the witness within our heart, and he also desires more than we do that we come back to him, back to God. നമ്മളെക്കാട്ടിലും കൂടുതൽ അദ്ദേഹമാണ് ആഗ്രഹിക്കുന്നത് നമ്മളെ ഈ ഭൗതിക ലോകത്ത് നിന്ന് ഭഗവാന്റെ അടുത്തിലേക്ക് പോകണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത്. നമ്മളെക്കാളും കൂടുതൽ ആരാണ്? ഭഗവാൻ. നമ്മൾ മറന്നു ആക്ച്വലി. നമ്മുടെ ഈ ഭൗതിക ലോകത്തില് ഇത് എന്റെ സ്ഥലമാണ്, എനിക്ക് ആസ്വദിക്കാനുള്ള സ്ഥലമാണ്, എനിക്ക് വീണ്ടും കൂടുതൽ ആസ്വദിക്കാൻ നല്ല നല്ല ജന്മം കിട്ടട്ടെ എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നല്ല വീട്ടിൽ ജനിക്കട്ടെ, നല്ലൊരു പണക്കാരുടെ വീട്ടിൽ ജനിക്കട്ടെ, അങ്ങനെ കാണിച്ചാൽ കൂടുതൽ ആസ്വദിക്കാം. പക്ഷെ ഡിവോട്ടി എന്നാണ് ആഗ്രഹിക്കേണ്ടത്? ഈ ഭൗതിക ജന്മം അത് മതി, ഇനി ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്നുള്ള ആ ഒരു ഒരു പ്രാർത്ഥനയായിരിക്കും എപ്പോഴും ഒരു ഭക്തന് വേണ്ടത്. അപ്പോൾ ഭഗവാനാണ് നമ്മളെ തിരിച്ച് സുധാമിലേക്ക് കൊണ്ടുപോകാനുള്ള ആഗ്രഹം നമ്മളെക്കാളും കൂടുതൽ. മോർ ദാൻ വി ഡു ദാറ്റ് വി കം ബാക്ക് ടു ഹിം, ബാക്ക് ടു ഗോഡ്. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവാണ് ഭഗവാൻ ചെയ്യുന്നത്. കൺസിഡറിംഗ് ദ ട്രോമ ഓഫ് ഡെത്ത് ആൻഡ് ദ ഡേഞ്ചറസ് quirks of fate, however, Maharaja Kulashekara prays that he may die immediately rather than wait for old age, when he may forget Krishna in the agony of his death throes. So, ആ വൃദ്ധാവസ്ഥയിൽ വരാൻ പോകുന്ന ആ പ്രശ്നങ്ങളെല്ലാം ആലോചിച്ചിട്ടാണ് കുലശേഖര ആൾവാർ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് തന്നെ എന്നെ ഭഗവാന്റെ ധാമിലേക്ക് വിളിക്കൂ എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും ഭക്തന്മാര് ഭക്തിയുത സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭഗവത് സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറന്നാലും ശരി, ഏത് പരിസ്ഥിതിയിലും ഭഗവാൻ നമ്മളെ അത് ഓർമ്മിപ്പിക്കും. ഭഗവാനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഭഗവത് പ്രാപ്തി നേടാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ശ്ലോക. പ്രഭുപാദ് ഏറ്റവും ഇഷ്ടമുള്ള ശ്ലോകമാണിത്. അതുകൊണ്ടാണ് പ്രഭുപാദ് ഇടയ്ക്കിടയ്ക്കത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും മറ്റ് തൻ്റെ പർപ്പോട്ടിലും പല സമയത്തും ഇതിനെ റെഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. കൃഷ്ണത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദ്വൈവമേ വിസതു മാനസരാജഹംസാം പ്രാണപ്രയാണ സമയേ കഭവാത പീത്തേ കണ്ഠാവരോധന വിധോ ഗണം കുദസ്തേ സ്മരം ഗണം കുദസ്തേ. എങ്ങനെ ഞാൻ സ്മരിക്കും? ഈ വൃദ്ധാവസ്ഥയില് എൻ്റെ ബോഡി ലിംസ് ഒന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ ഓർമ്മശക്തി വർക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാനുള്ള കൽപ്പില്ല. ആ സമയത്ത് എങ്ങനെ ഞാൻ അങ്ങയുടെ നാമം ചൊല്ലും, നാമം ജപിക്കും, എങ്ങനെ സ്മരിക്കും? സോ ബ്യൂട്ടിഫുൾ ശ്ലോക. ബൈഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय, प्रभात की जय, गुरु महाराज की जय, गो प्रेमानंद।